1 plus 3 plus 5 up to n പദങ്ങൾ ഡിവൈഡഡ് ബൈ 1 plus 2 plus 3 up to n പദങ്ങൾ ഈക്വൽ ടു 12/7. അതായത് ന്യൂമറേറ്ററിൽ 1, 3, 5 ആ രീതിയിലാണ് n ടേംസ് വരെ പോകുന്നത്. ഡിനോമിനേറ്ററിൽ 1, 2, 3 അങ്ങനെ n ടേംസ് വരെ പോകുന്നു. ഈക്വൽ ടു 12/7 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എന്നിൻ്റെ വില കാണുക. അപ്പോൾ സം ഓഫ് n ടേംസ് കണ്ടുപിടിക്കാൻ ആദ്യം ന്യൂമറേറ്റർ അംശത്തിലെ n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 d ഈക്വൽ ടു n/2 ഇൻറ്റു 2 ഇൻറ്റു 1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. പൊതുവ്യത്യാസം 2 ആണ്. അപ്പോൾ n/2 ഇൻറ്റു 2 പ്ലസ് 2n മൈനസ് 2 ഈക്വൽ ടു n/2 ഇൻറ്റു 2n ഈക്വൽ ടു n സ്ക്വയർ. ഇനി അതുപോലെ ഡിനോമിനേറ്ററിൽ എടുത്താൽ n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 d ഈക്വൽ ടു n/2 ഇൻറ്റു 2 ഇൻറ്റു 1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു 1. അവിടെ പൊതുവ്യത്യാസം 1 ആണ്. n/2 ഇൻറ്റു 2 പ്ലസ് n മൈനസ് 1 ഈക്വൽ ടു n/2 ഇൻറ്റു n പ്ലസ് 1. ഇതാണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. അപ്പോൾ n സ്ക്വയർ ബൈ n ഇൻറ്റു n പ്ലസ് 1/2 അതാണ് 12/7 എന്ന് കിട്ടിയിട്ടുള്ളത്. 2n സ്ക്വയർ ബൈ n ഇൻറ്റു n പ്ലസ് 1 ദാറ്റ് ഇസ് 12/7. n രണ്ടും ക്യാൻസൽ ആകുന്നു. 2n ബൈ n പ്ലസ് 1 ഇസ് ഈക്വൽ ടു 12/7. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം നമുക്ക്. അപ്പോൾ 14n ഇസ് ഈക്വൽ ടു 12n പ്ലസ് 12. അതായത് 2n ഇസ് ഈക്വൽ ടു 12, n ഇസ് ഈക്വൽ ടു 12/2 6. അപ്പോൾ n എന്നുള്ളതിൻ്റെ വില 6 എന്ന് ലഭിക്കുന്നു. ഒന്നും കൂടി സം ഓഫ് n ടേംസിൻ്റെ ഫോർമുലയിൽ ഇടുക. ന്യൂമറേറ്റർ അംശവും അതുപോലെ ഛേദവും സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ അംശം നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ n സ്ക്വയർ, ന്യൂമറേറ്ററിൽ n സ്ക്വയറും ഡിനോമിനേറ്ററിൽ n/2 ഇൻറ്റു n പ്ലസ് 1 എന്ന് കിട്ടുന്നു. ഇനി n സ്ക്വയർ ബൈ n പ്ലസ് 1/2 അത് സോൾവ് ചെയ്ത് വരുമ്പോൾ n ന് 6 എന്ന് കിട്ടുന്നു.